ബേസിൽ ജോസഫ് അടുത്തിടെ വൈറലാക്കിയ ഗ്രീൻ പ്രോൺസ് നിർവ്വാണയെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ലല്ലേ. ഷെഫ് അശ്വിൻ്റെ ഈ റെസിപ്പി അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇനി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഗ്രീൻ പ്രോൺസ് നിർവ്വാണം ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് സാധനവും കുറഞ്ഞ സമയവും മതി. അതിനാദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറിയ 2 കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റ് ചേർത്താലും മതിയേ. ഇനി അതിലേക്ക് നമ്മളിതാ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്കിതിലേക്കുണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഒരു ചെറിയ സ്പൂണും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ്. മാക്സിമം വീട്ടിലൊക്കെ പൊടിച്ച ഗരം മസാല ആണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ലാസ്റ്റ് 1-2 സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടേ ഇത് നല്ല രീതിക്ക് ഒന്ന് അരച്ചെടുക്കണം. തീരെ വെള്ളം പോലെ ആവാനായിട്ട് പാടില്ല, എന്നാൽ അത്യാവശ്യം നല്ല തിക്ക് പേസ്റ്റും ആയിരിക്കണം. ഈ സമയം കൊണ്ട് നമ്മളിവിടെ നമ്മുടെ ചെമ്മീനൊക്കെ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ കുടലൊക്കെ എടുത്ത് മാറ്റി നന്നായിട്ട് ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1/2 കിലോ ചെമ്മീൻ വാങ്ങിയതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാലൻസ് ഉള്ള ചെമ്മീനാണേ. അപ്പം നമുക്ക് നമ്മുടെ ചെമ്മീനൊക്കെ വെള്ളമൊന്നും ഇല്ലാണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം കുറച്ചധികം ചെമ്മീനും വലിയ ചെമ്മീൻ തന്നെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളിതാ ചെമ്മീനെല്ലാം പാത്രത്തിലോട്ടാക്കിയിട്ട് നമ്മുടെ പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു പേസ്റ്റ് ഇട്ട് നമ്മുടെ ചെമ്മീൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എൻ്റെ കൈക്ക് ചെറിയൊരു മുറിവുള്ളതുകൊണ്ട് ഞാനിവിടെ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീനെല്ലാം നമ്മൾ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതുണ്ടല്ലോ ഒരു 1/2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ ഒരു 1/2 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ആ മസാലയൊക്കെ ചെമ്മീനിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മളെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീനൊക്കെ ഉണ്ടല്ലോ എല്ലാം ഇതിലേക്ക് നിരത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് അധികം ചെമ്മീൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാനുള്ള സ്പേസിൽ എല്ലാം നന്നായിട്ട് പറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനെല്ലാം പറക്കിയിട്ടതിന് ശേഷം നമ്മൾ ബാലൻസ് വരുന്ന മസാല ഉണ്ടല്ലോ അത് ഈ ചെമ്മീൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ചെമ്മീൻ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഒത്തിരി വേവിക്കുമ്പോഴാണ് അതൊരു റബ്ബർ പോലെ ആവുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ ടൈമിൽ ഇതാ നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ 1-ാം പാൽ തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയുടെ ഒരു കളറൊക്കെ നന്നായിട്ട് മാറി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഈ സമയത്ത് കുറച്ച് പഞ്ചസാര ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. വേണ്ടാന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ പഞ്ചസാര ഇടുമ്പോഴാണ് ആ ടേസ്റ്റ് എല്ലാം ഒന്ന് കറക്റ്റ് ബാലൻസ് ചെയ്ത് വരുന്നത്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തണുത്ത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ കറി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഗ്രീൻ പ്രോൺസ് നിർവ്വാണം ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അടിപൊളി ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാനും കിടിലമാണ് കേട്ടോ. ഉറപ്പായിട്ട് കുഞ്ഞുമക്കൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. പ്രതീക്ഷേനേക്കാളും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് ചോറിൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ചോറിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചോറിൻ്റെ ഒരു കളർ തന്നെ വലുതായിട്ട് മാറുന്നുണ്ട്. അടിപൊളി രുചിയാണ്. ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കിക്കോ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്